ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇപ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞത് വണ്ടി സ്ലോ സ്പീഡിൽ വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോഴത്തേക്കും വണ്ടി ഓഫായി പോകാം. സ്ലോ സ്പീഡിൽ നിൽക്കുന്നില്ല, വണ്ടി ഓഫായി പോകണം. പിന്നെ ഇടയ്ക്ക് പൊട്ടണ പോലൊരു സൗണ്ട്, സൈലൻസറിൽ നിന്ന് പൊട്ടണ പോലൊരു സൗണ്ട് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ചെക്കപ്പ്, ഇത്ര കേസാണ് പറഞ്ഞേക്കണേ. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വർക്കിനാണ് കയറ്റിയേക്കണേ. ആ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയണേ. നിലവിൽ നമുക്ക് വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോൾ ഓഫായി പോകുന്നതിൻ്റെ കംപ്ലയിൻറ്റ് കാർബേറ്ററിൻ്റെ പ്രോബ്ലമാണ്. കാർബേറ്റർ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് പുതിയ കാർബേറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റേതായിട്ടുള്ള പണിയാണ്. കാരണം എത്തനോളിൻ്റെയാണ് പ്രോബ്ലം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം, അതിൻ്റെ ഉള്ളിൽ മൊത്തം ദ്രവിച്ച ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇതൊരു പൊടി പോലെ അങ്ങനെ പൊടിഞ്ഞ് വരും സംഭവം, ഒരു വെള്ള കളറിൽ പൊടി പോലെ അങ്ങോട്ട് വരും. അപ്പോൾ അതിനകത്ത് നമുക്കിത് ഈ സ്ലോ ജെറ്റിൻ്റെ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്ലോ ജെറ്റൊക്കെ ഒന്ന് ഫുള്ള് ബ്ലോക്കായി പോയേക്കാണ്. അതാണ് സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയേക്കണതാണ് വണ്ടി ഓഫ് ആവാനുണ്ടായൊരു കാരണം. പിന്നെ വണ്ടി ബ്ലാസ്റ്റിക് സൗണ്ട് പോലെ കാണിക്കുന്നുണ്ട്, പൊട്ടുള്ള സൗണ്ട്. അത് ശരിക്കും നമ്മുടെ ഇവിടെ ഒരു യൂണിറ്റ് വന്നിട്ടുണ്ട്, അത് എയർ ഫീൽഡ് യൂണിറ്റ്, പൊല്യൂഷൻ കൺട്രോൾ യൂണിറ്റാണത്. അപ്പോൾ അതിൻ്റെ ശരിക്കും അതിൻ്റെ ഈ ഒരു ബ്ലേഡ് വാൽവ് ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ലിമിറ്റ് കൂടുതൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ പെട്രോൾ കൂടുതലായിട്ട് ചെല്ലുകയും പെട്രോളിൻ്റെ പ്രസൻസ് കൂടുതലായിട്ട് വരും ഇതിനകത്തേക്ക്. കാരണം ഇതിൽ കൂടെ കത്താതെ പോണ പെട്രോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാൻഹോൾഡിലേക്കാണ് വരാം. അത് സൈലൻസറിൽ പോയിട്ട് ബ്ലാസ്റ്റ് ചെയ്യണം, അതായത് സൈലൻസറിൽ പോയിട്ട് കത്തുന്ന സമയത്താണ് ആ പ്രോബ്ലം മെയിനായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വാൽവ് ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഓവറായിട്ട് നമുക്ക് പ്ലേ വേണ്ട, ഇതിന് കറക്റ്റ് അളവിലുള്ള പ്ലേ മതി. അപ്പോൾ ആ രീതിയിലേക്ക് സെറ്റ് ആക്കണുണ്ട് കേട്ടോ. അപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം, സ്ലോ ജെറ്റ് മാറ്റിയിടണം. ഇതിൻ്റെ അവസ്ഥ കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലത്തെ ദ്രവിച്ചേക്കണ ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ കാർബേറ്ററിൻ്റെ ഈ ഫ്ലോട്ട് വാൽവ് എൻ്റെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ട് സാധാരണ രീതിയിൽ ചില കേസിൽ തന്നെയും പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാറുണ്ട്. ഈ കറുത്ത ഈ പൈപ്പിൻ്റെ ഉള്ളിൽ അടിയിലേക്ക് പെട്രോൾ താഴേക്ക് ചാടുന്നത് കണ്ട്. അതുണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാൻ. ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അതിനകത്ത് കേട്ടോ. മാക്സിമം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക, സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.